ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജിൻഡോയ്ക്കെതിരെ വിമർശനങ്ങളുടെ കൂമ്പാരം തന്നെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയൊരു കാര്യം വന്നിരിക്കുകയാണ്, പുതിയൊരു വിമർശനം വന്നിരിക്കുകയാണ്. വന്നത് ഇങ്ങനെയുള്ള ആളെയാണോ വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയുള്ള കമൻറ്റുകളുടെ കൂമ്പാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വരാനുള്ള ഒരു കാരണമുണ്ട്. ജിൻഡോ വിജയിച്ചതിന് ശേഷം ജിൻഡോ വെളിയിൽ വന്ന് തൊപ്പിയുടെ ചാനലിൽ പോയി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ ജിൻഡോ കൊടുത്തത് മുതൽ ജിൻഡോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നിരുന്നു. എന്തുകൊണ്ടാണ് ജിൻഡോ പോയി തൊപ്പിക്ക് ഇൻ്റർവ്യൂ കൊടുത്തത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ തൊപ്പി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. തൊപ്പിയുടെ ചാനലിൽ കൂടെ തൊപ്പി പറഞ്ഞിരിക്കുന്നത് അന്ന് ജിൻഡോയെ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നതിന് ഒരു 8 ലക്ഷം രൂപയോളം ചിലവായി എന്ന രീതിയിലാണ് പറയുന്നത്. അത് 5 ലക്ഷത്തിന് മുകളിൽ ചിലവായി എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളി പറയുന്നത്: അപ്പോൾ തൊപ്പി പറഞ്ഞ കാര്യം കേട്ടല്ലോ. തൊപ്പി പറഞ്ഞ ഇതാണ്: തൊപ്പിയുടെ ചാനലിലേക്ക് ഇൻ്റർവ്യൂവിന് വന്ന ജിൻഡോയ്ക്ക് കൊടുത്തത് 5 ലക്ഷത്തിന് മുകളിൽ ഒരു 8 ലക്ഷത്തിന് അടുത്ത് വരെ കൊടുത്തു എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഇത് കറക്റ്റാണോ ഇല്ലയോ എന്നൊന്നും ജിൻഡോ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യവുമില്ല. കാരണം ഒരു ഫെയിമായിരിക്കുന്ന ആൾ ബിഗ് ബോസിൽ പോയി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് വെളിയിൽ വന്നതിന് ശേഷം ഒരു ഇനോഗ്രേഷനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇത്രയും പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ഫെയിം നിൽക്കുമ്പോൾ തന്നെ ആ മേടിക്കാമല്ലോ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ. അതോടൊപ്പം തന്നെ സിനിമ സെലിബ്രിറ്റികളായാലും ഓരോരോ ഇനോഗ്രേഷന് പോകുമ്പോൾ നല്ല പൈസ തന്നെ മേടിക്കാറുണ്ട്. ഇവിടെ ഡോക്ടർ റോബിൻ ആയാലും നല്ല പൈസ മേടിച്ചിട്ടുണ്ട്, അഖിൽമാരായാലും നല്ല പൈസ മേടിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാവരും നല്ല പൈസ തന്നെ മേടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തൊപ്പി പറഞ്ഞിരിക്കുന്നത് തൊപ്പിയുടെ ഇൻ്റർവ്യൂവിനെത്തി ഒരു 2-3 മണിക്കൂർ ചെലവഴിച്ചതിനാണ് ഇത്രയും പൈസ കൊടുത്തത് എന്നാണ് പറയുന്നത്. തൊപ്പി നല്ല സെൻസോട് കൂടിയാണ് പറയുന്നത്. ഇവിടെ വന്ന് ഇത്രയും സമയം നിന്നില്ലയോ ചെലവഴിച്ചില്ലയോ എന്നാണ് പറയുന്നത്. അത് റൂട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് കൊടുത്തതെന്നും പറയുന്നുണ്ട്. എന്തുമായാലും ജിൻഡോയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ജിൻഡോയുടെ ഫെയിമിനനുസരിച്ചാണ് പൈസ കൊടുത്തത്. ജിൻഡോയുടെ ആ ഒരു ഫെയിം കണ്ടിട്ടോ ആയിരിക്കാം ആ പൈസ കൊടുത്തിരിക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ, അത് ആരായിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി കുറേ നാൾ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഫെയിം കിട്ടിയത്. അതോടൊപ്പം തന്നെ പ്രേക്ഷക പിന്തുണ നേടിയത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂകളിൽ വിളിക്കുന്നതും അവർക്ക് ഈ പൈസ എമൗണ്ട് അവർ ചോദിക്കുന്നതും കൊടുക്കുന്നതും. അതിനെതിരെയാണ് കമൻറ്റുകൾ വരുന്നത്. നമ്മൾ എന്തിനാണ് ജിൻഡോയെ വിജയിപ്പിച്ചത്, ഇങ്ങനെയുള്ള ആളെയാണോ വിജയിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളായാലും മേടിക്കും. അപ്പം ആരായാലും മേടിക്കും. അവർക്ക് കിട്ടുന്ന കുറച്ച് നാളത്തെ ഒരു ഫെയിമാണ്. അപ്പോൾ അവർ ആ പൈസ മേടിക്കും. അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ പൈസ ഉപയോഗിക്കാം. ഓക്കെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇത്രയും പൈസ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇത്ര വിവാദമാക്കേണ്ട കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറ്റം ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപറ്റം ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് അദ്ദേഹം ഉണ്ടാക്കിയ ഫെയിമിനനുസരിച്ച് അദ്ദേഹത്തിന് ഒരു തുക കിട്ടി എന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഒരുപറ്റം ആൾക്കാർ ഇതിനെ ഏതാണ്ട് വലിയ ഒരു പാതകം പോലെയൊക്കെ കാണുന്നവരും ഉണ്ട്. എന്തുമായാലും ചുമ്മാതൊന്നും അല്ലല്ലോ, പണിയെടുത്ത ആൾക്കുള്ള കൂലിയല്ലേ ഇതൊക്കെ. അത് ബിഗ് ബോസ് ഹൗസിൽ കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നവർ ഇത് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഇൻ്റർവ്യൂ വേണമെങ്കിൽ പൈസ മേടിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അത് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും തൊപ്പി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ജിൻഡോ വന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്ര ലക്ഷം രൂപയൊക്കെ ജിൻഡോ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ കഴിവാണെന്ന് കൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും